ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലാണ്. എൻ്റെ സുഹൃത്ത് സുരേഷ് ബാബുവും ഭാര്യയും കൂടെയുണ്ട്. ഞങ്ങൾ തൃശ്ശൂരേക്ക് ഒരു യാത്ര പോവുകയാണ്. എൻ്റെ സുഹൃത്ത് മുരുകൻ്റെ മകൻ്റെ മാരേജിന് പങ്കെടുക്കാനാണ്. അപ്പം നമുക്ക് ജനശതാബ്ദിയിലാണ് ടിക്കറ്റ് എല്ലാം എടുത്ത് തന്നിട്ടുള്ളത്. അപ്പം ഞാൻ ജനശതാബ്ദിയിലോട്ടൊന്ന് കയറി ഞങ്ങളുടെ സീറ്റുകൾ എവിടെയൊക്കെ വരുന്നതെന്ന് നോക്കാം. സീറ്റ് ഒന്ന് കണ്ടുപിടിക്കട്ടെ. AC കോച്ചാണ്. ബാഗെല്ലാം മുകളിൽ വെച്ച്. അപ്പോൾ എൻ്റെ സീറ്റ് ഞാനും കണ്ടുപിടിക്കാം. എൻ്റെ സീറ്റ് ഇതാ ഇവിടെയാണ് തോന്നുന്നു. എൻ്റെ സീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടെ ഇരിക്കുകയാണ്. ഇതിന് നമ്മളവിടെ കൂടുതൽ ആൾക്കാർ വേറെയും ഉണ്ട്. കറക്റ്റ് സമയത്തിന് തന്നെ 2:50 തന്നെ വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തൃശ്ശൂരത്തേക്കാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഏകദേശം കുറേ സമയം കഴിഞ്ഞ് അപ്പോൾ ഇനിയിപ്പോൾ തൃശ്ശൂർ എത്തിയിട്ട് നോക്കാം. അപ്പം അങ്ങനെ നമ്മൾ തൃശ്ശൂർ എത്തിയൊക്കെയാണ്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഞാനും സുരേഷ് ബാബുവും കൂടെ നടക്കുകയാണ്. വൈഫും കൂടെ ഉണ്ട്. നമ്മുടെ കൂടെ എല്ലാം കൂടെ ഒരു 10-40 പേര് കൂടുതലുണ്ട്. എല്ലാവരും ഉണ്ട്. നമ്മൾ നടന്ന് ഫ്രണ്ടിലോട്ട്. ഇപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് അവിടെ ആരെങ്കിലുമൊക്കെ കാണുമെന്നാണ് നമ്മുടെ വിശ്വാസം. സ്റ്റേഷൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്തതാ ഒരു ടെമ്പോ കിടക്കുന്നു, ഒരു ടെമ്പോ ട്രാവലർ. അപ്പോൾ അതിൽ കയറി ഇനി നമ്മൾ എവിടെയാണ് റൂം എന്നുള്ളിടത്ത് നമ്മളവിടെ എത്തുന്നതാണ്. ഇതാണ് മുരുകൻ്റെ കാർ വന്നിട്ടുണ്ട്. മുരുകൻ ബായ് ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഹായ് മുരുകൻ ബായ്, ഹായ്. പുള്ളി തിരക്കിലാണ്. അപ്പോൾ ആൾക്കാരെല്ലാം താമസിച്ച് 8:30 മണിക്ക് കറക്റ്റ് തന്നെ എത്തി. അപ്പോൾ അവരെയൊക്കെ ഒന്ന് റൂമിലാക്കാനുള്ള സെറ്റപ്പിലാണ്. ഞങ്ങളെല്ലാവരും നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോയി അവിടെയാണ് ഫുഡ് പറഞ്ഞേക്കുന്നത്. അവരിതാ പൂരി മസാല കഴിക്കുന്നു, ഞാൻ ചപ്പാത്തി മസാല. അടിപൊളിയാണ്, അടിപൊളി ഫുഡാണ്, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ റൂം ഏതാണെന്ന് നോക്കാം. റൂമിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ റൂം. ഇവിടെ ഒരു TV ഉണ്ട്. നല്ലൊരു ഗ്ലാസ്, നമുക്ക് ഡ്രസ്സിങ് ടേബിൾ കണക്കുള്ള ഒരു ഗ്ലാസ് നോക്കാനും അടിപൊളിയാണ്. ഇതൊരു ഫോണും ഉണ്ട്, വെച്ചിട്ടുണ്ട്. 2 കോട്ട് ബെഡ്. ഒരു ദിവാൻ കോട്ടുണ്ട്. ദിവാൻ കോട്ട്, നല്ലൊരു ദിവാൻ കോട്ടുണ്ട്. പിന്നെ ഒരു മേശ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഗ്ലാസും വെള്ളമൊക്കെ ഒഴിക്കാൻ വേണ്ടിയുള്ള സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ 2 സിംഗിൾ ചെയർ എന്ന് പറഞ്ഞാൽ സെറ്റിയുടെ ചെയർ. സെറ്റിക്ക് വരെ ദിവാൻ കോട്ട് വിത്ത് സെറ്റി കണക്ക് തന്നെയാണ്, വലിയ കോട്ട് സെറ്റിയാണ്. പിന്നെ ബെഡൊന്ന് 2 പേരെ കിടക്കാൻ പറ്റിയത്. AC ഉണ്ട്, ക്ലോക്കുണ്ട്. ക്ലോക്ക് ഓടുന്നില്ല കേട്ടോ. 5 മണി എന്താ കാണിക്കുന്നത്. വലിയൊരു അലമാരയുണ്ട്. ഇനി നമ്മളുടെ ബാത്റൂം ഒരു വലിയ ബാത്റൂം തന്നെയാണ്, അടിപൊളി ബാത്റൂം. കുഴപ്പമില്ല. അതിനകത്തൊരു ഗ്ലാസ്, ഹീറ്ററുണ്ട്, കുഴപ്പമില്ല. എല്ലാം നല്ല റൂം തന്നെ. ഇതിൻ്റെ ചാർജ് എത്രയാണെന്നൊന്നും നമുക്കറിയത്തില്ല. ഇതെല്ലാം ബുക്ക് ചെയ്ത് തന്നിരിക്കുന്നത് എല്ലാം ഫുള്ള് നമ്മുടെ മുരുകനാണ്. ഓക്കെ, അപ്പം ഇനി ഒന്ന് ഉറങ്ങാം. രാവിലെ കുളിച്ച് റെഡിയായതാ കല്യാണത്തിന് പോകാൻ വേണ്ടി അങ്ങോട്ട് റെഡിയായി. ഒരു 7 മണിയായിട്ടുണ്ട്. ഇവിടെ വടക്കുന്നാഥ ക്ഷേത്രത്തിലോട്ട് പോകണം. അവിടെ പോയി തൊഴുതിട്ട് പാറമേൽക്കാവ് ക്ഷേത്രത്തിൽ വെച്ചാണ് മാരേജ്. ഞങ്ങളുടെ ഫ്രണ്ട് മുരുകൻ്റെ മകൻ്റെ മാരേജ് ഫംഗ്ഷനുമായിട്ടാണ് തൃശ്ശൂർ വന്നത്. തൃശ്ശൂർ പാറമേൽക്കാവ് ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടും. മണ്ഡപത്തിൽ വീണ്ടും കല്യാണ ചടങ്ങുകളുമാണ്. അപ്പോൾ നമുക്ക് അവിടെ കാണാം. ഓക്കെ. മുരുകൻ നമ്മുടെ കോളേജ് മേറ്റാണ്. SM കോളേജ് 85-88 ബാച്ച് BSc ഫിസിക്സ് ആണ്. വടക്കുന്നാഥ ക്ഷേത്രം ഇവിടെ നിന്നാൽ കാണാം. ഇത് 5ാമത്തെ നിലയിൽ നോക്കപ്പോണ്ട് ഗ്രൗണ്ട് മൊത്തം കാണാം. ഇനി അങ്ങോട്ടൊന്ന് പോകണം. സുരേഷ് ഇറങ്ങി വരും. സുരേഷ് IT-യിൽ പ്രിൻസിപ്പളായിരുന്നു. മുരുകൻ ആക്ച്വലി ബാംഗ്ലൂരാണ് സെറ്റിൽഡ്. IBM റിട്ടയർഡായി. അപ്പം നമ്മൾ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ തൊഴുവാനായിട്ട് പോവുകയാണ്. ഈ ഗ്രൗണ്ടിലെ ഇതൊന്നും അഴിച്ചു മാറ്റിയിട്ടില്ല. ഇവിടെ പൂരം നടന്നതുകൊണ്ട്. സുരേഷ് വൈഫുമായിട്ട് ഇന്ന് കുറച്ച് ഫോട്ടോയൊക്കെ അങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ ഞാനും കൂടെ നിന്ന് സെൽഫി അങ്ങ് എടുത്ത് ഞങ്ങൾ മെയിൻ നടയിലെത്തി. ഇനി കയറി തൊഴുതിട്ട് വരാം. അങ്ങനെ തൊഴുത് ഇറങ്ങി. അപ്പോൾ ഇവിടെ എനിക്കൊരു നൊസ്റ്റാൾജി, ഇവിടെ വന്നപ്പോൾ ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നു. ഞാൻ പണ്ടൊരു മമ്മൂക്കയുടെ സിനിമ ഗ്രേറ്റ് ഫാദറിൻ്റെ പൂജ സ്വിച്ച് ഓൺ ഇവിടെ വെച്ചായിരുന്നു. ഞാൻ ട്രെയിനിങ്ങിലായിരുന്നു. AST കോഴ്സ് തൃശ്ശൂർ കിടക്കിയത്. ഞാൻ അവിടെ നിന്ന് പതുക്കെ ചാടി വന്ന് ഈ സ്ഥലത്ത് വന്ന് പൂജയും കഴിഞ്ഞിട്ടാണ് പിന്നെ ക്ലാസ്സിന് പോയത്. ഈസ്റ്റ് നട നേരെ പാറമേൽക്കാവിലോട്ട് പോകാം. ഞാൻ വീഡിയോ എടുക്കണം. പിന്നെ ഞാൻ മാത്രം നിങ്ങൾ സുരേഷും വൈഫും കൂടെ നമ്മൾ വടക്കുന്നാഥ ക്ഷേത്രം സന്ദർശിച്ച് പാറമേൽക്കാവിലേക്ക് പോവുകയും ഒരു ലോട്ടറി ചേച്ചി ഇവിടെ വന്നത്. ലോട്ടറി ഒന്നും എടുക്കുന്നില്ല, ഭാഗ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ലോട്ടറി ഒന്നും എടുക്കുന്നില്ല. അങ്ങനെ ഇതിപ്പോൾ പാറമേൽക്കാവിൽ വെച്ച് കാണാം. കിഴക്കേ നടയെത്തിയിരിക്കുകയാണ്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പാറമേൽക്കാവ് ദേവീ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നു. താലികെട്ട് ചടങ്ങിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.